ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ തെക്കേ അമേരിക്കയിലെ രാജ്യങ്ങളുണ്ട്. തെക്കേ അമേരിക്കയ്ക്ക് 12 രാജ്യങ്ങളാണ്. ആ 12 രാജ്യങ്ങളിലും അവയുടെ തലസ്ഥാനങ്ങളും സിമ്പിളായിട്ട് ഓർമ്മിച്ചിരിക്കാനുള്ള ഒരു കോഡ് അതാണ് പറയുന്നത്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തെക്കേ അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ട് തെക്കേ അമേരിക്ക, ഏഷ്യ, ആഫ്രിക്ക എന്നീ 3 ഭൂഖണ്ഡങ്ങളിലൂടെയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായ ബ്രസീലാണ് നമ്മുടെ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം. അതുപോലെ തെക്കേ അമേരിക്കയിലെ ഒരു രാജ്യമാണ് ഇക്വഡോർ. ഇക്വഡോറിൻ്റെ തലസ്ഥാനമായ ക്വിറ്റോയിലൂടെയും ഈ ഭൂമധ്യരേഖ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ, ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക തലസ്ഥാന നഗരവും ക്വിറ്റോയാണ്. പിന്നെ പറയുന്നത് വേറൊരു കാര്യം കൂടെ, ഭൂമധ്യരേഖ പറഞ്ഞതുകൊണ്ട് അതിൽ കൂടെ കണക്ട് ചെയ്ത് ഒന്നുകൂടെ പറയാം. ഭൂമധ്യരേഖ 2 തവണ മുറിച്ച് കടക്കുന്ന ഏക നദി കോങ്കോയാണ്. ഇത്രയും അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളെ കോഡ് ഇത്രയേ ഉള്ളൂ. ബ്രസീലിലെ ഒരു മൊണ്ടി അദ്ദേഹത്തിൻ്റെ ഉരുവിലിരുന്ന് പാടുന്ന ഒരു പാട്ട്. ബ്രസീലിലെ ഒരു മൊണ്ടിയായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഉരുവിലിരുന്ന് പാടുന്ന ഒരു പാട്ട് ഇതാണ്: Arjabiuna bolilapa chili sandi bogo Colombi para Ascension. Arjabiuna bolilapa chili sandi bogo Colombi para Ascension. Perulima venikara parasuri George Gaya Ikador Kitto. Perulima venikara parasuri George Gaya Ikador Kitto. ഇത്രയുള്ള കോഡ്. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാം. ഇതിൽ ബ്രസീലിൻ്റെ തലസ്ഥാനം ഞാൻ പറഞ്ഞില്ല. ബ്രസീലിൻ്റെ തലസ്ഥാനം സിമ്പിളാണ്. ബ്രസീലിൻ്റെ തലസ്ഥാനം ബ്രസീലിയ. ഒരു മൊണ്ടി അദ്ദേഹത്തിൻ്റെ ഉരുവിലിരുന്ന് പാടുന്നത് മൊണ്ടിവിഡിയോ. ഉറുഗ്വേയുടെ തലസ്ഥാനമാണ് മൊണ്ടിവിഡിയോ. ഓക്കെ, ഉറുഗ്വേയുടെ തലസ്ഥാനമാണ് മൊണ്ടിവിഡിയോ. ബ്രസീലായി, ഉറുഗ്വേയായി. അർജാബ്യൂണ ബൊളീലാപ്പ. അർജൻറ്റീനയുടെ തലസ്ഥാനം ബ്യൂണസ് അയേഴ്സ് ആണ്. ബൊളീവിയയുടെ തലസ്ഥാനം ലാപ്പാസ് ആണ്. ബൊളീലാപ്പ ചിലിയുടെ തലസ്ഥാനം സാന്റിയാഗോ. ചിലി സാന്റി ബോഗോ കൊളംബിയയുടെ തലസ്ഥാനം ബഗോട്ട. തിരിച്ചു പറയണം, ബോഗോ കൊളംബിയ എന്ന് നമ്മൾ കോഡി പറഞ്ഞിട്ടുണ്ട്. കൊളംബിയയുടെ തലസ്ഥാനം ബഗോട്ട എന്ന് പറയണം. പരാഗ്വേ കേട്ടിട്ടുണ്ടല്ലോ. പരാഗ്വയുടെ തലസ്ഥാനം അസൻഷ്യാൻ ആണ്. ഓക്കെ, അത്രയായി. അടുത്ത പെറുലിമ പെറുവിൻ്റെ തലസ്ഥാനം പെറുവിൻ്റെ തലസ്ഥാനം ലിമ. വെനിസ്വേലയുടെ തലസ്ഥാനം കരാക്കസ്. ഓക്കെ, വെനിക്കര പാരാസൂരി. സൂരിനാമിൻ്റെ തലസ്ഥാനം പരമാരിബോ എന്നാണ്. സൂരിനാമിൻ്റെ തലസ്ഥാനം പരമാരിബോ. അതാണ് വെനിക്കര പാരാസൂരി ജോർജ് ഗയ. ഗയാനയുടെ തലസ്ഥാനം ജോർജ് ടൗൺ. ഗയാനയുടെ തലസ്ഥാനം ജോർജ് ടൗൺ. ഇക്കഡോറിൻ്റെ തലസ്ഥാനം കിറ്റോ. എല്ലാം കണക്റ്റ് ആയില്ലേ? സിമ്പിളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടെ പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ഭൂമധ്യരേഖ കടന്നു പോകുന്ന 3 ഭൂഖണ്ഡങ്ങളോട് ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ബ്രസീലും, പിന്നെ കടന്നു പോകുന്ന തലസ്ഥാന നഗരം ക്വിറ്റോയാണ്. പിന്നെ ഭൂമധ്യരേഖ കടന്നു പോകുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരേ ഒരു സ്ഥലത്തിൻ്റെ പേര് അടയാളപ്പെടുത്തിയിട്ടുള്ളൂ, അത് ക്വിറ്റോയാണ്. ഭൂമധ്യരേഖ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഏക പ്രദേശം എന്ന് ചോദിച്ചാൽ അത് ക്വിറ്റോയാണ് ഉത്തരം. പിന്നെ ഭൂമധ്യരേഖ 2 തവണ മുറിച്ചു കിടക്കുന്ന ഏക നദിയുള്ളൂ കോങ്കോ. ഓക്കെ, കോങ്കോ എന്ന് പറയുന്ന നദിയാണ് ഭൂമധ്യരേഖ 2 തവണ മുറിച്ചു കിടക്കുന്നത്. അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരും, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഒരെണ്ണമുണ്ട്, ദക്ഷിണായന രേഖ 2 തവണ മുറിച്ചു കിടക്കുന്ന ഒരു നദി. അതിന് ലിംപോപ്പോ എന്ന് പറയും. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഈ കോഡ് നന്നായിട്ട് പഠിച്ചാൽ ആ 12 രാജ്യങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കും. PSCക്ക് സാധാരണ ഇപ്പം ചോദിക്കുന്നത് ഓപ്ഷൻ തന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം പുറത്താക്കിയിട്ടൊക്കെ
ആൻസർ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് കൂടുതൽ പഠിച്ചിരുന്നാൽ നമുക്കത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓഡ് ആൻഡ് ഔട്ട് കുറേ രാജ്യങ്ങൾ തന്നിട്ട് പിന്നെ എന്താണ് മറ്റ് രാജ്യങ്ങളിലെ മറ്റ് ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളും കൂടെ തന്നിരിക്കാം. അതിൽ നിന്ന് നമുക്ക് ഓഡ് ആൻഡ് ഔട്ട് കൊടുക്കാം. അതുപോലെ പിന്നെ തലസ്ഥാന നഗരികൾ കൊടുത്തിട്ട് അതും ഓഡ് ആൻഡ് ഔട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കോഡ് എല്ലാവർക്കും ഗുണമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ താല്പര്യമുള്ളവർ പഠിക്കുക. ഓക്കെ, ഈ കോഡ് വെച്ച് പഠിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.